മാഷ് ഡൽഹിയിൽ ഡൽഹിയിലെ പ്രവർത്തന പരിചയമുണ്ട്. ദീർഘകാലമായിട്ട് പ്രധാനമന്ത്രിമാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക പ്രതിനിധിയായിട്ട്, അതായത് സംസ്ഥാനത്തിൻ്റെ ഡൽഹിയിലെ പ്രതിനിധിയായിട്ട് താങ്കളുടെ പേര് ചർച്ചയിൽ വരുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നു. ഇത് ശരിയാണോ? അല്ല, അവിടുത്തെ സതീശൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് വന്ന കുറേ മദ്രാസിലെ ആളുകളുണ്ട്. അവരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുള്ളവരാണ്. ആ സന്ദർഭത്തിൽ ഇവിടെ ഞാൻ വന്നപ്പോൾ കഴിഞ്ഞ 2 ദിവസം അവരുടെ കാര്യത്തിൽ ആശുപത്രി പരിചയവും ബന്ധങ്ങളുണ്ടല്ലോ, എന്തുകൊണ്ട് ഞങ്ങളുടെ വിജയ് ഇങ്ങനെ പുതുതായിട്ട് വന്ന ഒരാളാണ്, സഹായിക്കാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞു അതിന് ഒഫീഷ്യലായിട്ട് പ്രപ്പോസൽ വരട്ടെ, കാരണം ഇത് വിജയ് പറഞ്ഞയച്ചാന്ന് എനിക്കറിയത്തില്ല. അവരെല്ലാം അവിടുത്തെ പവർഫുൾ ആളുകളെല്ലാം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രപ്പോസൽ വന്നാൽ ഞാനത് ഇപ്പം ഞാൻ കൂടെ നിൽക്കുന്ന ഇടതുപക്ഷമായിട്ടാണ്. അപ്പോൾ പിണറായി വിജയനോട് ബേബി സഹായനോട് ചോദിച്ചതിന് ശേഷം അത് അവരുടെയൊക്കെ അഡ്വൈസ് അനുസരിച്ച് അവർ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞു. അതുപോലെ CPM പുറത്തുനിന്ന് പിന്താങ്ങുന്ന ഒരു സർക്കാരാണ് തമിഴ്നാട്ടിലുള്ളത്. സ്വാഭാവികമായിട്ടും താങ്കൾ പ്രത്യേക പ്രതിനിധിയായി തന്നെ മുൻ ജനറൽ സെക്രട്ടറി സീതാരാം യെച്ചൂരി പ്രത്യേക താല്പര്യം എടുത്തിട്ടാണെന്ന് കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ ബേബിയും പിണറായി സുഖമൊക്കെ. സ്വാഭാവികമായിട്ടും ഇത്തരമൊരു നിർദ്ദേശം വന്നാൽ അവരുമായിട്ടൊരു കൂടിയാലോചന ഉണ്ടാവും. തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞത് അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു പുതിയ റെസ്പോൺസിബിലിറ്റി വന്നാൽ തീർച്ചയായിട്ടും പിണറായി വിജയനോട് ഞാൻ ചോദിക്കും, ബേബി സഖാവിനോട് ചോദിക്കും. ബേബി സഖാവിനോട് ഞാൻ അല്ലെങ്കിലും എക്കാലത്തും ചോദിക്കും, ബേബി എങ്ങനെയാണ് നമ്മൾ ഇന്നൊരു കാര്യമുണ്ടല്ലോ, അത് ഇപ്പോഴല്ല പണ്ടും. കാരണം ഞങ്ങൾ അത്ര നല്ല, അതുപോലെ കൊടിയേരി, ഞങ്ങൾ 3 പേരാണല്ലോ സുഹൃത്ത്, യെച്ചൂരി, കൊടിയേരി, ബേബി സഖാവ്. അത് രാഷ്ട്രീയത്തിന് അതീതമാണ് ആ ബന്ധം. എന്തുണ്ടെങ്കിലും ഞാൻ ബേബി സഖാവിനോട് ചോദിക്കും, ഇങ്ങനെയല്ലേ. അപ്പം അദ്ദേഹത്തിന് ഞങ്ങളുടെ കുടുംബത്തിന് പോലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കണ്ടു. 2019 താങ്കളെ പൂർണ്ണമായി കോൺഗ്രസ് പ്രവർത്തക വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒന്നും പറയാതെ പിരിച്ചുവിട്ടപ്പോൾ അന്ന് കൈ സഹായം ചെയ്തു തന്നെ CPM ആണ് അല്ലേ? അത് തീർച്ചയായിട്ടും അത് വിസ്മരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, എന്നെ പാർട്ടി ചേരണമെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ പാർട്ടി ചേരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കോൺഗ്രസ് മൈൻഡ്. ആര് പറഞ്ഞു വേണ്ട, മാഷിൻ്റെ നിലപാടെടുത്ത് മുന്നോട്ട് പോയാൽ മതി. പക്ഷേ അതേസമയത്ത് ഇവിടെ നടന്ന സമരപരിപാടികൾ കേന്ദ്ര ഗവൺമെൻറ്, ആ സമരപരിപാടിക്ക് മുന്നിൽ നിന്ന് ഞാൻ അതിൻ്റെ സംവിധാനങ്ങൾ ചെയ്തത്. അത് CM പറഞ്ഞിട്ട്, പിണറായി വിജയൻ പറഞ്ഞിട്ട് മാഷി സമരം വരുവാണ്, അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അവിടെ ഞങ്ങൾ ബേബി സഖാവ്, വിജയരാഘവൻ, കരീം, ഞങ്ങളെല്ലാവരും കൂടെ ആലോചിച്ച് രാവും പകലും നിന്നിട്ട് അത് വിജയിപ്പിച്ചു. എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയായിരുന്നു. താങ്കളുടെ പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് 191 പേജിൽ ഇപ്പോഴത്തെ VD സതീശനും KC വേണുഗോപാലും അടങ്ങുന്ന നേതാക്കളാണ് താങ്കൾക്ക് അവസരങ്ങൾ നിഷേധിക്കും ഇതിന് പിന്നിലെന്നുള്ളത്. ആ സ്വാഭാവികമായിട്ട് ഈ സമയത്ത് VD സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ആ സമയം CPM തന്നെ താങ്കൾക്ക് വീണ്ടും ഒരു കൈത്താങ്ങായി തമിഴ്നാട്ടിൽ സഹായം ഉണ്ടാവുമോ? അല്ല, സതീശൻ നല്ല നമ്മുടെ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസം പല കാര്യത്തിൽ. സതീശൻ എനിക്ക് നന്നായിട്ട് വിദ്യാർത്ഥി എന്ന നിലയിൽ മിടുക്കനാണ്. അദ്ദേഹം നല്ല ഭരണകർത്തായി കഴിയട്ടെ എന്നതിൻ്റെ പ്രാർത്ഥന. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ചോദിച്ചല്ലോ, കേരയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റും റെയിൽവേ മന്ത്രിയായാലും തമ്മിലുള്ള കോർപ്പറേഷൻ, അല്ലാതെ ചുമ്മാ പിരിച്ചുവിടാനൊന്നും ഒക്കത്തില്ല. സിൽവർ ലൈൻ അതൊരു പ്രോജക്റ്റാണ്. നമുക്ക് അതിവേഗ റെയിൽവേ വേണ്ടേ? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഞാൻ ചോദിച്ചു സതീഷിനോട് എൻ്റെ ചോദ്യോത്തരവിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സതീഷിനെ വ്യക്തിപരമായി ഇഷ്ടപ്പെടും. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 2019 എനിക്ക് സീറ്റ് നിഷേധിക്കുകയും തുടർന്ന് എൻ്റെ പാർട്ടിയിൽ നിന്ന് ഓരോ സ്ഥാനങ്ങളും ഒന്നൊന്നായി കഴിയുമ്പോൾ എനിക്ക് വിഷമമുണ്ടായിരുന്നു. അതിൻ്റെ തീവിലൊക്കെ പിറകിലുണ്ട് എന്ന് ബോധ്യം വന്നുകൊണ്ടാണല്ലോ ഞാനന്ന് എഴുതി വെച്ചത്. ഞാൻ എഴുതിയത് ഇപ്പോൾ എഴുതിയതല്ല, ഞാൻ ഡെയിലി ഡയറി എഴുതുന്ന ആളാണ്. അന്ന് എഴുതി വെച്ച ഡയറി നോക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതെല്ലാം എഴുതുക. മാത്രമല്ല, ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ എത്രയോ നാളുകളായി ലേഖനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കലാകൗമുദി ഉൾപ്പെടെ എൻ്റെ ലേഖനങ്ങൾ കഴിഞ്ഞ 4 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ആ സമയത്ത് കൈപിടിച്ച് ഇപ്പോൾ താങ്കൾക്ക് CPMൻ്റെ ഒരു സഹായം ഉണ്ടാകും ഏത് കാലത്തുനിന്ന് ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? സഹായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നോട് മാന്യമായി പെരുമാറിയിട്ടുണ്ട്. അത് പിണറായി വിജയനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ കണ്ട നേതാക്കന്മാരിൽ കരുണാകരൻ ഞാൻ എങ്ങനെ സ്നേഹിക്കുകയും അതുപോലെ തന്നെയാണ് ഞാൻ പിണറായി വിജയൻ. അത് നല്ലൊരു ഭരണകർത്താവാണ്. അതേക്കുറിച്ച് എന്ത് ആരോപണങ്ങൾ പറഞ്ഞാലും കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ പിണറായി വിജയനെ മാറ്റിക്കൊടുത്തിക്കൊണ്ടൊരു വികസന ചരിത്രം എഴുതാൻ പറ്റില്ല. വിജയുടെ പിതാവായിട്ട് താങ്കൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. കാരണം സഭാ അടിസ്ഥാനത്തിലും താങ്കൾക്ക് സഭാ ബിഷപ്പുമാരും താങ്കളുടെ പേര് നിർദ്ദേശിച്ചായിരുന്നു. സ്വാഭാവികമായിട്ട് ഇത്തരം നിർദ്ദേശം വന്നാൽ അത് താങ്കൾ സ്വീകരിക്കുമോ? ഇപ്പം പറയാൻ പറ്റില്ല. എന്താണെന്ന് നിർദ്ദേശം അറിയട്ടെ, പരിശോധിച്ചതിന് ശേഷം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചതിന് ശേഷം തീരുമാനം എടുക്കും. ഏതായാലും ഡൽഹിയിലുണ്ടാകും. അത് ഏത് സംസ്ഥാനത്തായാലും ഏത് ജനങ്ങൾക്കും സേവന രംഗത്ത് താങ്കളുടെ BJPയും RSSും മറ്റുമുള്ള എല്ലാ ബന്ധങ്ങളും ഓരോ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ വികസന കാര്യത്തിൽ
ഉപയോഗിക്കാൻ താങ്കൾ തയ്യാറാണ്? തീർച്ചയായിട്ടും. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കാര്യമാണ്. എൻ്റെ ഒരു സുഹൃത്ത് പത്രപ്രവർത്തകയാണ്, നിങ്ങളറിയുന്ന പത്രപ്രവർത്തകയാണ്. അവർ ദുബായിൽ പോയി, അവർ പ്രസവിച്ചു, നാട്ടിൽ വന്നു, തിരിച്ചു പോകണം. തിരിച്ചു പോകുമ്പോൾ അവർക്ക് വിസ കിട്ടുന്നില്ല. കുട്ടിക്ക് എന്നെ വിളിച്ച് പറഞ്ഞു, മാഷേ ഇത് കിട്ടുന്നില്ല, എനിക്ക് പോകണം. ഞാനിവിടെ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് സംസാരിച്ചു. പിന്നെ കണ്ണൂർ ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവ്, അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിന് വിസ കിട്ടുന്നില്ല. അദ്ദേഹം കാരണം റോമിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ എന്നോട് അവിടെ ഡെന്നിസ് പിതാവ് പറഞ്ഞു, ഞാൻ ഇവിടെ ഇടപെട്ടു, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു കൊടുത്തു. അപ്പോൾ നമുക്കിവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ കൂടിയുണ്ട്, നമ്മൾ അന്വേഷിക്കും ആരൊക്കെയാണ് എൻ്റെ ഉദ്യോഗസ്ഥർ. ഞാൻ ചോദിക്കുന്ന സ്ട്രേറ്റ് ആണ്. ഇപ്പോൾ മോഹൻ ഭാഗവതുമായിട്ട് താങ്കൾക്കുള്ള കരുണാകരൻ്റെ കാലത്തുള്ള ബന്ധം, അന്നുമുള്ള ബന്ധം, അതേപോലെ വാജ്പേയിയുടെ ബന്ധം, നരേന്ദ്രമോദിയുള്ള ഈ ബന്ധങ്ങളൊക്കെ വിവിധ സംസ്ഥാനങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, അതായത് BJP ഭരിക്കുന്ന അല്ലാത്ത സംസ്ഥാനങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി താങ്കൾ കേരളത്തെ ഉപയോഗിച്ച പോലെ തന്നെ ഇനിയും ഉപയോഗിക്കുമോ എന്നാണ് എനിക്ക് ചെയ്യാവുന്ന സഹായം. അതിനകത്ത് രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ അകത്ത് വികസന കാര്യത്തിൽ ജനങ്ങളോടൊപ്പം. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ പൊളിറ്റിക്സ് ഉണ്ട്. എൻ്റെ പൊളിറ്റിക്സ്, ഞാനൊരു പ്രോ ലെഫ്റ്റാണ്, നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ്. എൻ്റെ ഫാമിലി ഉൾപ്പെടെ നാടുൾപ്പെടെ കോൺഗ്രസ്സാണ്. ശരി, അതറിയാം. CPM നിന്നപ്പോൾ CPM മെമ്പർഷിപ്പ് എടുക്കാത്ത വ്യക്തിയാണ് താങ്കൾ. അതെ, ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, കൊടി പിടിച്ചിട്ടില്ല, യാതൊക്കെ പോയിട്ടില്ല. ആകെ പോയത് മധുര സമ്മേളനത്തിന് എൻ്റെ ബേബി സഖാവ് വിളിച്ചപ്പോൾ ഞാൻ പ്രത്യേക പ്രതിയായിട്ട് അവിടെ പോയി ഉദ്ഘാടന ചടങ്ങ് കണ്ടു. പിന്നെ പോയി കണ്ണൂർ സെമിനാറിനാണ്, സ്റ്റാലിനോടൊപ്പം പോയ ആളാണ്. അപ്പോൾ ഞാൻ ആ രീതിയിൽ ഈ സഹകരണം, പക്ഷേ എനിക്ക് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും CPM നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ സഹകരണം അപാരമായ സഹകരണമാണ്. അത് ലോക്കലായിട്ട് ഇപ്പോൾ മോഹനൻ, P. രാജീവ്, ഇപ്പോഴത്തെ സെക്രട്ടറി സതീശൻ, ഞങ്ങളുടെ കുടുംബത്തിലെ പോലെ എറണാകുളത്ത് എല്ലാ കാര്യത്തിലും എന്നോട് അവർ ചോദിക്കും, എന്താ മാഷേ, ഞാൻ അവരെയും വിളിക്കും. മിക്കവാറും എല്ലാ ദിവസവും രാവിലെ ഇവരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ മറ്റുള്ളവർ സംസാരിക്കാറുണ്ട്. അല്ല, തമിഴ്നാടിനെ ഇപ്പോൾ ഉദാഹരണം വിജയാണ് മുഖ്യമന്ത്രി, അതേപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാരാണ്. അപ്പം കേരളത്തെ പോലെ തന്നെ രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന സർക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന് ചെയ്ത അതേ കാര്യങ്ങൾ തമിഴ്നാട്ടിലും താങ്കൾക്ക് ചെയ്യാൻ ഒരു അവസരം ലഭിച്ചാൽ ചെയ്യുമോ? വരട്ടെ, പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാരണം ഇത് എന്നോട് സംസാരിച്ചതെല്ലാം വർഷങ്ങളായി ഞാൻ അറിയുന്ന ആളുകളാണ്. അവർക്കെല്ലാം വിജയ സ്വാധീനമുള്ളവരുമാണ്, പവർഫുൾ ഗ്രൂപ്പുകളാണ് അവിടെയുള്ളതെല്ലാം. അപ്പോൾ അതുകൊണ്ട് അവർ ഈ പ്രപ്പോസൽ പറഞ്ഞപ്പോൾ ഞാനത് അവിടെ കേട്ടത്. ഇനി അതിൻ്റെ എങ്ങനെ അത് ഉരുത്തിരിഞ്ഞ് വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ പറ്റുള്ളൂ.